ബ്രോ അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇതെല്ലാം പറയാണ്, പക്ഷെ ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് പറയണം. അവരതിനെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. വെളുപ്പിക്കാനല്ല, അവരത് എല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടി നോക്കണുണ്ട്, സ്വാഭാവികം. പക്ഷെ ഇപ്പോൾ ഞങ്ങളിത് പറയുമ്പോഴും അത് കറക്റ്റ് സത്യം സത്യം പോലെ ഞങ്ങൾ പറയുമ്പോഴും ഇപ്പോഴും ഞങ്ങൾക്കൊരു പേടിയുണ്ട്. പേടിയല്ല, ഇനി ഇത് വെച്ചിട്ട് ഇനി ഇവരെന്തെങ്കിലും ഞങ്ങളെ ചെയ്യോ എന്നുള്ളൊരു പേടിയുണ്ട് പാറശാല സ്റ്റേഷനിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ പാറശാല സ്റ്റേഷനിലെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ ഞങ്ങൾക്കെതിരെ എന്ന് ഒരു ഭയം ഇപ്പോഴും ഉണ്ട് എനിക്ക്. ഷാരോൺ രാജിന്റെ സഹോദരനുമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് പങ്കുവെച്ചതും ഇതേ ആശങ്ക തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ രീതിയിലും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറയാമെങ്കിൽ പോലും പരിപൂർണമായിട്ടും അവർക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുക്കേണ്ടത് സർക്കാരാണ്, ഇവിടെയുള്ള നിയമ സംവിധാനമാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരിൽ ഒരാളായി മാറേണ്ടത് നമ്മളാണ്. അവർ വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാട് പങ്കുവെക്കുന്നുള്ളത് പോലീസ് ഒരു പ്രതികാര നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് കേരളമാണ്. പോലീസുകാർക്കിടയിൽ ഇത്തരത്തിലുള്ള സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. ചിലപ്പോൾ ഇതൊരു സെൻസേഷണൽ വാർത്തയായി നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു പിന്തുണ വാഗ്ദാനം ചെയ്യാൻ ചില ആളുകൾ ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. മറിച്ച് എല്ലാ രീതിയിലുള്ള പിന്തുണ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സർക്കാർ എല്ലാ രീതിയിലുള്ള സുരക്ഷ ഇവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഈ സഹോദരൻ മുന്നോട്ട് വെച്ച ആശങ്ക അങ്ങനെ ചെറുതായി കാണേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാറശാല പോലീസിനെതിരെ രൂക്ഷമായ പ്രതികരണം ഈ കുടുംബം നടത്തിയിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ അന്വേഷണം ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഒരു രീതിയിലും ഇവളെ പ്രതിയാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിരുന്നില്ല. മറിച്ച് ഈ പറയുന്ന ഗ്രീഷ്മക്ക് അനുകൂലമായിട്ട് പാറശാല പോലീസ് നിന്നിരുന്നു എന്നുള്ളതായിരുന്നു ഈ പറയുന്ന ഷാരോൺ രാജിന്റെ സഹോദരൻ വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞത്. ഷാരോൺ രാജിന്റെ സഹോദരൻ മാത്രമല്ല, കുടുംബം അടക്കം ഈ രീതിയിലുള്ള ഒരു ആരോപണം ഉയർത്തിയിരുന്നു. പിന്നീട് കുടുംബം പറഞ്ഞതാണ് ശരിയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം തെളിയിക്കുകയും കുടുംബം പറഞ്ഞതിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കണ്ടെത്താനുണ്ട്. അപ്പോൾ ഷാരോൺ രാജിന്റെ സഹോദരൻ ആശങ്ക പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്: പോലീസുകാർ നാളുകളിൽ, ചിലപ്പോൾ ഈ അടുത്ത് തന്നെയല്ല, നാളുകളിൽ എങ്ങാനും തങ്ങൾക്കെതിരെ തിരിയാൻ അല്ലെങ്കിൽ തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ആശങ്കയായിട്ട് പങ്കുവെക്കുന്നുള്ളത്. ഇത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സായിക്ക് അയച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. അപ്പൊ സായി ഞാനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ സായിയോട് പറഞ്ഞത്, അങ്ങനെ ഭയപ്പെടേണ്ടതൊന്നുമല്ല. കാരണം പോലീസിനകത്ത് ചിലപ്പോൾ ഈ രീതിയിലുള്ള ആളുകൾ ഉണ്ടാകാം, ചിലപ്പോൾ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക വേണ്ട, ഒരു കരുതൽ ഉണ്ടായിരിക്കുക. കാരണം ചിലപ്പോൾ ഒരു പകയുടെ, ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ചിലപ്പോൾ നാളുകളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലോ എന്നുള്ള ഒരു തോന്നൽ ഈ സഹോദരനുണ്ട്. എന്തായാലും ആ സഹോദരൻ ഈ ആശങ്ക പങ്കുവെക്കുമ്പോൾ ഇതേ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ, പാറശാലയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടു നോക്കാം. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പോലീസിൻ്റെ വീഴ്ചയെക്കുറിച്ച് വാദോരാതെ പറയുന്ന പാറശാലയിലെ യുവാവിൻ്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് അതിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങളുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, പാറശാല SHO എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. ഈ ഷാരോൺ എന്ന് പറയുന്ന യുവാവ് അയാളുടെ പെൺസുഹൃത്തായ ഗ്രീഷ്മയുടെ വീട്ടിൽ 14-ാം തീയതി രാവിലെ പോകുന്നു. അവിടെ വെച്ച് അവർ സംസാരിക്കുന്നു, അവിടെ നിന്നെന്തോ കഴിക്കുന്നു, അയാൾ വൊമിറ്റിംഗ് ഉണ്ടാകുന്നു. ഇയാൾ പാറശാല ഹോസ്പിറ്റലിൽ ബേസിക് ട്രീറ്റ്മെൻറ്റിന് പോകുന്നു. അവിടെ നിന്ന് ബേസിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അയാളെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു. അവിടെ അന്ന് ലാബിൻ്റെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതിന് അയാൾ തിരിച്ചു വരുന്നു. 2 ഡേയ്സ് അയാൾക്ക് ഈ അസുഖം കുറയുന്നില്ല എന്ന് കണ്ട് 17-ാം തീയതി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോകുന്നു. അവിടെ അഡ്മിറ്റ് ആകുന്നു, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും പോലീസിനെ അറിയിക്കുക, പോലീസ് അറിഞ്ഞിട്ടും ഇല്ല. പോലീസിനെ അറിയിക്കുക, പോലീസ് അറിഞ്ഞിട്ടും ഇല്ല. 19-ാം തീയതി 19-ാം തീയതിയിൽ 20-ാം തീയതി, അപ്പോൾ 17-ാം തീയതിയാണ് അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ നിന്നും പാറശാല പോലീസ് സ്റ്റേഷന് പറയുമ്പോൾ 14-ാം തീയതി നടന്ന സംഭവം 20-ാം തീയതി
7 ദിവസം 7-ാം ദിവസമാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ വീട്ടുകാർ ഇവിടെ വന്നിട്ടില്ല, പരാതി തന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 7 ദിവസത്തിനിടയിൽ ഈ ഷാരോണിൻ്റെ വീട്ടുകാർ പാറശാല പോലീസ് സ്റ്റേഷനിൽ വരികയോ ഇങ്ങനെ മകൻ ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊരു ഇൻറ്റിമേഷൻ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ആൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയാളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്, ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ CJMന് റിക്വസ്റ്റ് കൊടുത്ത്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് എടുത്ത് നെയ്യാറ്റിൻകര 11-ാം കോടതിയിലെ മജിസ്ട്രേറ്റ് അവിടെ പോകുന്നു. പയ്യനിൽ നിന്നും ഡൈയിൻ ഡിക്ലറേഷൻ എടുക്കുന്നു. ഡൈയിൻ ഡിക്ലറേഷനിൽ ക്ലിയറായിട്ട് അയാൾ പറയുന്നുണ്ട്, അയാൾക്ക് ആരും ഒരു വിഷവും നൽകിയിട്ടില്ല, അയാളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്, ആ കുട്ടി ഇയാൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇയാൾക്ക് ഹാംഫുൾ ആവുന്ന രൂപത്തിലല്ല ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ കേസുമായിട്ട് ഒരു പരാതിയുമില്ല, വിക്ടിമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. 21-ന് വീണ്ടും ഞങ്ങൾ SI അവിടെ പോകുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ പോലീസിനോട് ഇയാൾ ആവർത്തിക്കുന്നു. ഡോക്ടേഴ്സിനെ കണ്ട് ചോദിക്കുന്നു. ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പോയിസൻ്റെ കണ്ടൻറ്റൊന്നും പ്രഥമ ദൃഷ്ട്യ അറിയാൻ കഴിയുന്നില്ല, എന്തോ ഒരു മെഡിസിനൽ ഇമ്പാക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ് ആണോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. അത് ഞങ്ങൾ നമ്മുടെ കോപ്പർ സൾഫേറ്റിൻ്റെ ഛർദിൽ ഒരു ബ്ലൂയിഷ് കളർ വരുന്നുണ്ട്, കോപ്പർ സൾഫേറ്റ് ഉള്ളിലുണ്ടോ എന്നറിയാൻ വേണ്ടി ബ്ലഡ് സാമ്പിൾ എടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതും റൂൾ ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല, ഇയാൾ എന്താണെന്ന് പറയുന്നുമില്ല എന്നാണ് ഡോക്ടേഴ്സ് മറുപടി പറയുന്നത്. അതോടുകൂടി നമുക്ക് പിന്നീട് ആ സമയത്തും വീട്ടുകാർ നമ്മളോട് പരാതി പറയുകയോ പരാതി എഴുതി തരികയോ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം പറയുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, 25-ന് ഈവനിങ് ഇയാൾ മരണപ്പെടുന്നു. 25 ഇത് നമ്മുടെ പോലീസ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് 21 വെള്ളിയാഴ്ച, വീണ്ടും 22, 23, 24, 25 ചൊവ്വാഴ്ച ഈവനിങ് ആണ് ഇയാൾ മരണപ്പെടുന്നത്. അതിൻ്റെ ഡെത്ത് ഇൻറ്റിമേഷൻ നമുക്ക് ലഭിക്കുന്നത് രാത്രി 9 മണിക്കാണ്. ഇപ്പോൾ രാത്രി പിന്നെ ഇൻക്വസ്റ്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. 26-ാം തീയതി രാവിലെ അയാളുടെ വീട്ടുകാരെ നിർബന്ധിച്ചാണ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നത്. 2-3 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് അവർ സ്റ്റേഷനിൽ വരുന്നത്, അവർ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലൂടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു, 174 എഫ്ഐആർ ഇടുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജിൽ പോകുന്നു, ഇൻക്വസ്റ്റ് നടത്തുന്നു, ആഫ്റ്റർനൂൺ പോസ്റ്റ്മോർട്ടം നടത്തുന്നു. അതേസമയം തന്നെ അന്ന് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരു ഇങ്ങനെയുള്ള സംശയങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാരലായിട്ട് ഒരു സംഘം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു, അമ്മയെ കാണുന്നു, പെൺകുട്ടിയെ കാണുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മയുടെയും പ്രാഥമികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് 14-ാം തീയതി സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുന്നു വരുന്നു. നമുക്ക് അത്ര മാത്രമേ അന്നേ ദിവസം ചെയ്യാൻ കഴിയത്തുള്ളൂ 26-ന്. കാരണം മറുഭാഗത്ത് 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. വിക്ടിം ഡൈൻ ഡിക്ലറേഷനിൽ വ്യക്തമായി പറയുന്നുണ്ട് അയാൾ ആരും ഹാംഫുൾ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കൂടുതൽ ബലം പ്രയോഗിച്ച് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരാനോ മറ്റു സംശയിക്കാനോ ചോദ്യങ്ങൾ ചെയ്യാനോ നമുക്ക് കഴിയത്തില്ല. എന്നാലും ഇതിങ്ങനെ ഒരു സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ പാരലായിട്ട് ഒരു ടീം അവിടെ പോകുന്നു, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ടീം അവിടെ പോകുന്നു, പെൺകുട്ടിയോടും പെൺകുട്ടിയുടെ അമ്മയോടും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വയ്ക്കുന്നു. വീണ്ടും 27-ന് ഇതിനകത്ത് എന്തോ സംതിങ് ഉണ്ട് എന്ന് വീണ്ടും 26-ൻ്റെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ 26-ൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ അതിനകത്തൊരു ചെറിയ സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും 27-ന് ഈ അന്വേഷണം നമ്മൾ വീണ്ടും കൂടുതൽ ഊർജിതമാക്കിയിട്ട് വീണ്ടും ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും റീസ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും അമ്മയെ കണ്ട് ചോദിക്കുകയും ഒക്കെ ചെയ്തു 27-ാം തീയതി. അപ്പോൾ അവർ പറയുന്നത് ഈ വാങ്ങിച്ച കട, ഈ മെഡിസിൻ വാങ്ങിച്ച കട, മെഡിസിൻ്റെ പേര് കോകിലാക്ഷ കഷായം എന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്നത് നമ്മളെല്ലാം നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതെല്ലാം പരിശോധിക്കാനായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ഇതിനകത്തെല്ലാം പറഞ്ഞ കാര്യത്തിനകത്തെല്ലാം കോൺട്രാഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 28-ാം തീയതി ഈ കോൺട്രഡിക്ഷൻ മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ ഈ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്ന ബന്ധു അവളുടെ വലിയമ്മയുടെ മകളായ പ്രശാന്തിനിയെ കണ്ട് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രശാന്തിനി 28-ാം തീയതി വീണ്ടും കണ്ട് ചോദിക്കുമ്പോൾ പ്രശാന്തിനി പറയുന്നതും ഇവർ പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രശാന്തിനി പറയുന്ന കടയിൽ ചെന്ന് ഇങ്ങനെ ഒരു മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ ആ കടയിൽ ഇല്ല. അപ്പോൾ അതോടുകൂടി അവരെല്ലാം പറയുന്നത് കള്ളമാണ്, ഈ കഷായത്തിൻ്റെ കഥ പറയുന്നത് കള്ളമാണെന്ന് പോലീസിന് ഏകദേശം ഊഹം വന്നു തുടങ്ങി. പിന്നെ ഈ ഒരു കദളി രസായന കഷായം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നെ മാറ്റി പറയുന്നു. ആ ഡപ്പ ചോദിച്ചപ്പോൾ അത് അയാളുടെ മാമൻ ആഹാരത്തിന് കൂടെ കറി കൊണ്ടുപോയി ഒഴിഞ്ഞ ഡപ്പയിലെന്ന് പറയുന്നു. പിന്നെ അയാൾ കറി കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ഇവിടെ ജോലി ചെയ്യണം, അയാൾ തിരിച്ചു വരാൻ വരെ കാത്തിരുന്ന് 28-ാം തീയതി അയാൾ തിരിച്ചു വന്ന് ആ ഡപ്പ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ ഈ ഇത് വിൽക്കുന്ന ആയുർവേദ ഷോപ്പിൽ കൊണ്ട് ചോദിക്കുമ്പോൾ ഈ ഡപ്പയിലല്ല ഈ കദളി രസായന കഷായം പാക്ക് ചെയ്ത് വരുന്നത്, ഇത് മറ്റെന്തിൻ്റെ ഡപ്പയാണെന്ന് പറയുന്നു. അതോടുകൂടി ഈ പെൺകുട്ടികളും കാര്യങ്ങളും പറയുന്നത് നമുക്ക് സംശയമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യമായി മനസ്സിലാക്കി തുടങ്ങുന്നത് 28-ാം തീയതിയാണ്. 28 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇരുന്ന് തന്നെയാണ് ഈ പയ്യൻ്റെ അച്ഛനെ കണ്ട് ചോദിക്കുന്നത്, പയ്യൻ്റെ കൂട്ടുകാരനെ കണ്ട് ചോദിക്കുന്നുണ്ട്, പയ്യൻ്റെ ബന്ധുവായ ഈ മരിച്ചുപോയ പയ്യൻ്റെ ബന്ധുവായ സത്യശീലനെയും കണ്ട് ചോദിച്ചിട്ട് ഇതിനകത്ത് അവരുടെ വേർഷനും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഈ 28-ന് ഈ കോൺട്രഡിക്ഷൻ നമുക്ക് മനസ്സിലാകുന്നതോടുകൂടി തന്നെ പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യമായ തെളിവുകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. 28-ാം തീയതി ഈ കടകളിൽ പോയി, അപ്പോഴത്തേക്കും 28-ാം തീയതി ഈവനിങ് കടയിൽ പോകുന്നതോടുകൂടിയാണ് ഇതിനകത്തുള്ള വ്യത്യാസങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. കടയിൽ ചെന്നതോടുകൂടി ഇവരെല്ലാം പറയുന്നതെല്ലാം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. 29-ന് വീണ്ടും ഡോക്ടേഴ്സിനെ കണ്ട് ക്വസ്റ്റിനെയർ വെച്ച്, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ, പാതോളജിയിലെ ഡോക്ടർ, അവരെല്ലാം കണ്ട് ക്വസ്റ്റിനെയർ വെച്ച് ചോദ്യങ്ങൾ ചെയ്തപ്പോൾ അവർ പറയുന്നതിൽ കുറേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് എന്തായാലും ഇതിനകത്തൊരു സംതിങ് റോങ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോഴത്തേക്ക് 29-ാം തീയതി ആഫ്റ്റർനൂൺ സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. SP-യുടെ റിവ്യൂ മീറ്റിംഗ് അവിടെ വെച്ച് നടത്തുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ വിളിപ്പിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടീം ഇത് കൂടുതൽ സെൻസേഷണൽ ആകുന്നു, അതുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടെ വൈഡായിട്ട് അന്വേഷിക്കണമെന്ന അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് DSP ജോൺസൺ സാറിൻ്റെ മേൽനോട്ടത്തിൽ ഞാൻ സെക്കൻഡ് ഓഫീസർ, എൻ്റെ SI സജി തേർഡ് ഓഫീസറായിട്ട് ഒരു ടീം രൂപീകരിക്കുന്നുണ്ട്. SP മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീമാണ് പിന്നെ ഈ 30-ാം തീയതിയിൽ നിന്ന് ഇവരെ മുഴുവൻ ആൾക്കാരെയും അവിടെ SP ഓഫീസിൽ വിളിച്ചു വരുത്തി അവിടെ ചോദിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ നമ്മൾ എടുത്തു വെച്ച പാറശാല പോലീസ് ഓൾറെഡി ഇവരോട് എടുത്തു വച്ചിരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഇവർക്ക് വ്യത്യസ്തമായി നമ്മൾ അന്വേഷിച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ കഷായത്തിൻ്റെ കാര്യവും കദളി കൽപ്പത്തിൻ്റെ കാര്യവും ഇത് വാങ്ങിച്ച കടയും ഒക്കെ പറയുന്നത് തെറ്റാണെന്ന് നമ്മൾ അവരോട് പറയുന്ന സമയത്ത് അവർക്ക് ആൻസർ ഇല്ലാതെ. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് അവസാനം കൺഫെഷൻ ചെയ്യേണ്ടതെന്ന് സ്റ്റേജ് വരുന്നത്. അങ്ങനെ 30-ാം തീയതി ഉച്ചയോടുകൂടിയാണ് കൺഫെഷൻ ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ ഞാനുണ്ട്, എൻ്റെ SI ഉണ്ട്, ജോൺസൺ സാറുണ്ട്, SP ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പാറശാല പോലീസ് തുടങ്ങി വെച്ച ജോലി ജില്ലാ പോലീസ് അത് കംപ്ലീറ്റ് ചെയ്തു. അത് പോലീസിൻ്റെ ഒരു ടീം വർക്കാണ്. അതാണ് ആക്ച്വലി യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നെ അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ വിക്ടിമിൻ്റെ ആൾക്കാർക്ക് ഇപ്പം തന്നെ പ്രതിയെ പിടിക്കണം, പിറ്റേ ദിവസം തന്നെ തൂക്കിക്കൊല്ലണമെന്നുള്ളത് അവരുടെ വികാരമാണ്. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന വികാരമാണ്. പോലീസിന് നിയമം അനുസരിച്ചും അതിൻ്റെ രീതി അനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഇതിനെ സംബന്ധിച്ചിട്ട് വ്യക്തമായി ADGPയുടെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അനാവശ്യമായി ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പോലീസിനെതിരെ പറയുക എന്നുള്ളത്, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ വസ്തുത. ഓക്കെ, അപ്പോൾ പോലീസുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്. 8 മിനിറ്റ് ദൈർഘ്യമുള്ള വലിയ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ആ പോലീസുകാരൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് കരുതൽ എന്തായാലും അത്യാവശ്യമാണ്. എന്തായാലും ഷാരോണിന്റെ കുടുംബത്തിന് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നിയമ സംവിധാനത്തിലൂടെ സർക്കാർ കൊടുക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിന് എല്ലാ രീതിയിലുള്ള സുരക്ഷ മുൻകൂട്ടിയിട്ട് തന്നെ നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇല്ല എങ്കിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു FIR പ്രാഥമിക ഘട്ടത്തിൽ തയ്യാറാക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലമില്ല. പിന്നീട് കോടതിയാണ് ആ FIR-നെ അളക്കേണ്ടതും ആ FIR-ൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളതൊക്കെ കോടതിയിൽ പോയിട്ട് തെളിയിക്കേണ്ട കാര്യമാണ്. അതിന് മാസങ്ങളുടെ സമയം വേണ്ടിവരും, ചിലപ്പോൾ വർഷങ്ങളുടെ സമയം വേണ്ടിവരും. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ആ കുടുംബത്തിന് എല്ലാ രീതിയിലുമുള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.